വന്നിരിക്കുന്നത് എൻ്റെ ജീവിതാനുഭവം പറയാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങൾ പാമ്പായ്മൂലയിൽ വീട്ടിലായിരുന്നു താമസിക്കുന്നത്. അവിടെ നിന്ന് എൻ്റെ ഭർത്താവ് ഇവിടെ 6 സെൻറ്റ് സ്ഥലം മേടിച്ച് ഒരു വീട് വെച്ച് ഞങ്ങൾ ഒരു 10-12 വർഷത്തിലേറെ ഞങ്ങൾ യാതൊരു ഇതുമില്ലാതെ താമസിച്ചു. അപ്പോൾ വെള്ളം കയറുമായിരുന്നു. വീട്ടിനകത്തല്ല, റോഡ് കൂടി വെള്ളം പുറത്തേക്ക് പോകുമായിരുന്നു. അത് കയറും ഇറങ്ങി അങ്ങോട്ട് പോകും. പിന്നെ ഒരു 14 വർഷത്തിന് ശേഷം എൻ്റെ മോൾക്ക് ഒരു രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച്. അവനിപ്പോൾ 6 വയസ്സ് കഴിഞ്ഞ്. ഈ 6 കൊല്ലത്തിലേറെ വീടിനകത്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മൊത്തം വീടും നിരപ്പായി, ഭൂമിക്കടിയിലായി. അങ്ങനെ വെള്ളം കയറി അടുക്കളത്തൂടി കയറി മലിനമായ വെള്ളം, കൃമികളും പുഴുകളും ഭയങ്കര പ്രശ്നമായിട്ടുള്ള എല്ലാം വെള്ളമാണ്, അഴുക്ക് വെള്ളമാണ് വീടിനകത്തേക്ക് കയറി വരുന്നത്. രാത്രി കയറ്റം കയറിയിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര മണം കേട്ടാണ് എഴുന്നേക്കണത്. എഴുന്നേറ്റ് കാല് താഴത്തേക്ക് വെക്കുമ്പോൾ പിന്നെ മുട്ടുകാല് വരെ വെള്ളത്തിലാണ്. അങ്ങനെ എല്ലാ മക്കളും കട്ടിലുമേ തന്നെയാണ്. പിന്നെ ഞാൻ ഭക്ഷണം പാകം ചെയ്യാനായിട്ട് മരുമകനും ജോലിക്ക് പോകണം, മക്കൾക്ക് പഠിക്കാൻ പോകണം. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയാണ് വെള്ളം തള്ളി അത് നോക്കി നിൽക്കും. റോട്ടിലോട്ട് ഇറക്കം തിരിയണ സമയത്ത് നമുക്ക് അടുക്കളയിലെ വാതിക്കൽ കൂടി വാതിൽ തുറന്നിട്ട് അത് നമ്മൾ തള്ളിക്കളയാൻ പറ്റുള്ളൂ. പെരടകത്തൊക്കെ അലമാരിയുടെ പകുതി വരെയും വെള്ളമാണ്, കട്ടിലിൻ്റെ ഒപ്പം. നമുക്ക് കക്കൂസ പോകാനും കുളിക്കാനും എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കുഞ്ഞുമക്കൾക്ക് പഠിക്കാൻ പോകണം, എന്ത് ചെയ്യും? ഭക്ഷണം പാകം ചെയ്യാതെ അതുങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തു വിടണ്ടേ? അപ്പം അടുക്കളയിൽ ഞാൻ മടക്കി കുത്തി നിന്നാണ് ജോലി ചെയ്യണത്. എൻ്റെ മക്കളെ അഴുക്ക് വെള്ളത്തിൽ നിർത്തണ്ടല്ല എന്ന് വിചാരിച്ച് അവർക്ക് പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് കുളിപ്പിക്കാനും ഒന്നിനും പറ്റാത്ത അവസ്ഥ. ചിലപ്പോൾ വൈകുന്നേരമാവും കുളിപ്പിക്കാൻ പറ്റുക. അങ്ങനെ അവർക്ക് ഭക്ഷണമെല്ലാം കൊടുത്ത് അവരെ സ്കൂളുകളിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഞങ്ങളെല്ലാം വൃത്തിയാക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ചില നേരം 2 നേരം കയറും, ചില നേരം 1 മണിയൊക്കെ 11 മണിക്ക് വീണ്ടും രണ്ടാമത്തത് കയറും. ഇത് തുടച്ച് വൃത്തിയാക്കുന്നതിന് മുമ്പേ തന്നെ അടുത്ത കയറ്റം കയറുകയാണ്. അപ്പോഴെൻ്റെ മക്കളെ അവിടെ ഇവിടെയൊക്കെ ഇരുത്തി പാറ്റ പറക്കുന്നത് പോലെ എൻ്റെ മക്കൾ പറന്ന് കിടക്കണം. ചങ്ക് പൊട്ടുന്നതിനാണ് ഞങ്ങൾക്ക് ഉണ്ടാവുന്ന അനുഭവം. ഞങ്ങൾ 3 പേര് ഞങ്ങൾ പരസ്പരം കരഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യും? ഭക്ഷണം പാകം ചെയ്യാനും കൊണ്ടുവരാനും ആരുമില്ല. ഒരുവൻ പോലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഇല്ല. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. അങ്ങനെ കയറി ഒരു ദിവസമല്ല, കൊല്ലങ്ങൾ 6 കൊല്ലം ഞങ്ങൾ വളരെയേറെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഇവിടം വരെയൊക്കെ എത്തിയത്. പിന്നെ ലാസ്റ്റ് ആവുന്നോറും കൂടി വന്നു. മാതാവിൻ്റെ പെരുന്നാളുകളിൽ എത്രയോ കൊല്ലം പോകാൻ പറ്റാതെ വന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെ എല്ലാം തുടച്ച് വൃത്തിയായിട്ട് ഞങ്ങൾ പോയി നേർച്ചയിട്ടിട്ട് ഞങ്ങൾ പോരുമായിരുന്നു. അങ്ങനെ എല്ലാ വർഷവും ഈ 6 വർഷവും എൻ്റെ വീട് ആകെ നശിഞ്ഞ് മേൽക്കൂരം വരെ ഉപ്പ് പിടിച്ച് കാർന്ന് എല്ലാം പിടിച്ച് എല്ലാം ചെതലടിച്ചിരിക്കുകയാണ്. എൻ്റെ വീട് തുറന്നു നോക്കിയാൽ അവസ്ഥയെ അറിയാൻ പറ്റും. ഫർണിച്ചർ സാധനങ്ങളും ഫ്രിഡ്ജും എല്ലാ സാധനങ്ങളും നശിച്ചിരിക്കുകയാണ്. ഒരു സാധനമില്ല. വീട് ആകനെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വീടും ദേശവും വിട്ട് ഞാൻ ഇറങ്ങണമെങ്കിൽ എൻ്റെ ജനിച്ചു വളർന്ന വീടാണിത്. ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് ഞാൻ അന്യ സ്ഥലത്തേക്ക് പോണത് എന്തോരം വിഷമമുണ്ട് എനിക്ക്. ആ വിഷമഘട്ടത്തിലൂടെ ഞാൻ എൻ്റെ മരുമകനെ വീട് വെച്ച് അവർ എന്നെ കൂട്ടിക്കൊണ്ട് പോയിരിക്കണേ. നമുക്ക് എന്നുവരെയും എത്തും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ജനിച്ചു വളർന്ന നാട് വിട്ടു പോകാൻ ഒരമ്മച്ചിമാരും ആരും സഹിക്കില്ല. എനിക്ക് 70 വയസ്സാകാൻ പോകണം. 69 വയസ്സിലേക്ക് ഞാൻ കടന്നു. ഞങ്ങൾ വെളുപ്പിനുമില്ല രാത്രിയുമില്ലാതെ വെള്ളം കോരി പറ്റിച്ച് രണ്ടാമതും വരും. അങ്ങനെ 6 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വീട് ഉപ്പമെല്ലാം തിന്ന് ആകെ നാശമായി. ഞങ്ങൾ അങ്ങനെ ഇരിക്കണേ.
എന്ത് ചെയ്യും? ഒരു 5 ലക്ഷത്തിൻ്റെ മറ്റ ചില്ലറയായിട്ടും മൊത്തമായിട്ടും ഞങ്ങൾ വീടിന് വേണ്ടി ഞങ്ങൾ ചെലവാക്കിയിട്ടുണ്ട്. അതെല്ലാം വെള്ളത്തിലായി. ഇന്ന് എൻ്റെ വീടിൻ്റെ അവസ്ഥ കണ്ടാൽ ചങ്ക് പൊട്ടി കരയാൻ തോന്നും. അങ്ങനത്തെ ഒരവസ്ഥയാണ് എൻ്റെ വീട്ടിലുണ്ടാകുന്നത്. ആ അവസ്ഥ ഇനി ഒരു മക്കൾക്കും ഉണ്ടാകരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു കൂട്ടായ്മയിലേക്ക് എല്ലാവരും ഒത്തൊരുമയോടെ വന്ന് നമുക്ക് നേടിയെടുക്കണം എന്ന് വിനീതമായി ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. എല്ലാ മക്കളോടും കൂടി ഞാൻ നമസ്തേ. ആ ചേച്ചിയുടെ ജീവിതാനുഭവമാണ് നാം ഇപ്പോൾ കേട്ടത്. ഇതേ അനുഭവം തന്നെയാണ്